അച്ഛനു വേണ്ടി മകൻ വഴിമാറുകയാണോ എന്നുള്ളത് നിർണായകമായ ചോദ്യമായി നിൽക്കുകയാണ്. ജനനായകൻ ജൂലൈ 24 തിയേറ്ററിൽ എത്തുമെന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഹിന്റ് ആക്ടർ വിജയ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യത്തെ പോസ്റ്റ് ഇട്ടതും ജനനായകന്റെ എ സർട്ടിഫിക്കറ്റ് പോസ്റ്ററാണ്. അതിനുശേഷം ജൂലൈ 24 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് KVN പ്രൊഡക്ഷൻസ് പറയുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ ജേസൺ സഞ്ജയ് സംവിധാനം ചെയ്ത് സുന്ദീപ് കിഷൻ നായകനായി എത്തുന്ന സിഗ്മ എന്ന ചിത്രം അതിന്റെ റിലീസ് തീയതി ജൂലൈ 31 പ്ലാൻ. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ നിർമ്മിക്കുകയായിരുന്നു ഈ ചിത്രം. ആ ചിത്രം ജൂലൈ 31 റിലീസ് ചെയ്യാനായിരുന്നു പ്ലാൻ. തമനാണ് ഇതിന് മ്യൂസിക് ഡയറക്ടർ. അപ്പം അങ്ങനെ 31 വിൻഡോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഘട്ടത്താണ് ഇതാ അച്ഛൻ്റെ പടം റിലീസ് എത്തുന്നത്. അച്ഛൻ്റെ പടം റിലീസിനെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മകൻ ചെയ്യുന്നത് എന്താണ്? ആ റിലീസ് ഡേറ്റ് അങ്ങ് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സിഗ്മയുടെ റിലീസ് ഒഫീഷ്യലി പോസ്റ്റ്പോണ്ട് ചെയ്യാൻ പോവുകയാണ് ഡ്യൂ ടു ജനനായകൻസ് റിലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ട് പറയേണ്ടത്. സംഗീത എന്ന വിജയുടെ ഭാര്യ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ കൊടുത്ത ഡിവോഴ്സ് പെറ്റീഷന് ശേഷം ജേസൺ സഞ്ജയ് അച്ഛനായ വിജയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തത് വളരെ ശ്രദ്ധിക്കപ്പെട്ട, വളരെയധികം വാർത്ത നേടിയ, ഇടം പിടിച്ച ഒരു കാര്യവും കൂടിയായിരുന്നു. അതിന് പിന്നാലെ ആണ് ഇപ്പോൾ ഈ ഒരു ക്ലാഷ് ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്ന് പറയാം. ജനനായകൻ ഇതിനോടകം തന്നെ അതിൻ്റെ പ്രിൻറ്റും കോപ്പിയും ഒക്കെ പുറത്തു വന്ന് ഏകദേശം 1 കോടിയിലധികം ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമാണ് കിട്ടിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ തിയേറ്ററുകളിലേക്ക് ജനനായകൻ കാണാൻ ആളുകൾ എത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യവുമുണ്ട്. അതോടൊപ്പം തന്നെ ദളപതി വിജയ് എന്ന ടൈറ്റിൽ കാർഡ് മാറി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു C. ജോസഫ് വിജയ് സ്റ്റാറിംഗ് ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ടൈറ്റിൽ കാർഡ് ഇറക്കുന്നു എന്നതും ജനനായകനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മൈലേജാണ്, ബൂസ്റ്റാണ്. ഈ ടൈറ്റിൽ കാർഡ് കാണാൻ വേണ്ടി മാത്രമായിട്ട് തിയേറ്ററുകളിലേക്ക് ആളുകൾ പോകുമെന്ന് നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് പറഞ്ഞത് ഒരു ഫാൻ ബോയ് മൊമെൻറ്റ് മാത്രമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. പലരും ആഗ്രഹിക്കുകയും വീണ്ടും വിജയെ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം സമൂഹമുണ്ട്. കാരണം വിജയുടെ അവസാനത്തെ ചിത്രമായിരുന്നു ജനനായകൻ. അത് ഓൺലൈനിൽ റിലീസ് ചെയ്യേണ്ടി വന്നത് ഖേദകരമായിട്ടുള്ള കാര്യമാണെന്നും തിയേറ്ററിൽ വന്നാൽ അണ്ണൻ ഫാൻസ് അത് കാണുമെന്നുള്ള വിശ്വാസവും ആളുകൾക്കിടയിൽ വളരെയധികം സ്പ്രെഡായി കഴിഞ്ഞു. കാരണം ഇനിയൊരു പുതിയ വിജയ് ചിത്രം ഉണ്ടാകില്ല എന്ന് അറിവുള്ളത് കൊണ്ട് തന്നെയാണ്. നന്ദമുരി ബാലകൃഷ്ണയുടെ ചിത്രമായ ഭഗവൻ കേസരിയുടെ റീമേക്കാണ് ജനനായകൻ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ജനുവരി 9 റിലീസ് ചെയ്യേണ്ടിയിരുന്ന ചിത്രമാണെന്നും അറിയാം. അത് മദ്രാസ് ഡിസ്ട്രിക്ട് ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിലേക്ക് പോയി, അത് സുപ്രീം കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ട് ഡിവിഷൻ ബെഞ്ചിലേക്കൊക്കെ പോയതും ഇതിന് പിന്നിലുള്ള CBFC പ്രശ്നങ്ങളും വയ്യാവേലികളും ഒക്കെ ജനങ്ങൾക്ക് അറിയാത്ത കഥയൊന്നുമല്ല. പക്ഷേ മകൻ അച്ഛനു വേണ്ടി വഴിമാറി കൊടുക്കുമ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മേജർ റിലീസ് എന്ന് പറയുന്നത് കറുപ്പാണ്. മെയ് 15 കറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ് 2 മാസങ്ങൾ പിന്നിടുന്നു. ഈ 2 മാസങ്ങൾ തമിഴ് സിനിമയ്ക്ക് വളരെ ഡ്രൈ ആയി നിൽക്കുന്ന ഫേസാണ്. തമിഴ് സിനിമയെ പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സിനിമ, ഒരു മേജർ സ്റ്റാർ ചിത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് ജയിലർ 2 പോലൊരു ബ്രഹ്മാണ്ഡ സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുന്നു എന്നത് ഒഴിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റാർ ചിത്രം ഈ വർഷം തമിഴ്നാട്ടിന് ഇല്ല എന്ന് വേണം തന്നെ പറയാൻ. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ പ്രതീക്ഷയുള്ള ചിത്രങ്ങളുണ്ട്. ഞാൻ പറയുന്നത് സ്റ്റാർ ചിത്രങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനൊരു ഘട്ടത്തിലാണ് ജനനായകൻ ഇപ്പോൾ വരുന്നതും അതിൻ്റെ ഒരു പ്രതീക്ഷയും നിലനിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന നിർമ്മാതാക്കൾ മാറി നിൽക്കുകയാണ്. ജേസൺ സഞ്ജയുടെ ചിത്രം ഓഗസ്റ്റിലേക്ക് നീക്കി വെച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കിട്ടുന്നുണ്ട്. ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ജനനായകൻ ജൂലൈ 24 തന്നെ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.